Hi, good morning. Good morning. Actually, good afternoon. It's 12:30 p.m. രാവിലെ വി ഹാവ് നൂഡിൽസ്. എനിക്ക് ഒരുപാട് വർക്കുള്ള ദിവസമാണ്. ഇറ്റ്സ് മന്ത് എൻഡ്. അപ്പം ഉച്ചക്ക് പ്ലാനിങ് ടു മേക്ക് പുട്ടു ബിരിയാണി. ബിരിയാണി ഇൻ ദ സെൻസ് ഇന്നലെ രാത്രി ഓൾറെഡി ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഐ എം തിങ്കിങ് ആൻഡ് ഓൾസോ എനിക്ക് ഇപ്പോൾ ഒത്തിരി സമയമില്ല. ഐ എം തിങ്കിങ് ഐ ഡു സംതിങ് ക്വിക്ക്. ഇതുപോലത്തെ ദിവസങ്ങളിൽ യു ക്യാൻ ട്രൈ സംതിങ് ലൈക്ക് ദിസ്. ഐ എം ഗോയിങ് ടു മേക്ക് ഒബ്വിയസ്ലി ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. പുട്ടുണ്ടാക്കിയിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്യുക ആൻഡ് വി ആർ ഗോയിങ് ടു ഈറ്റ് puttu biryani for lunch today. So let's get into the video. ബാങ്ക് കൊടുക്കുന്നത് നമുക്ക് കറി ചെയ്തൊന്ന് പുകർത്താനായിട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് പോയി നിസ്കരിച്ചു എന്നിട്ട് കുക്ക് ചെയ്യാം. എനിക്ക് ബാക്ക് ക്യാമറയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ലൈക്ക് കൂടുതലും ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന വീഡിയോസ് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കാം. അപ്പൊ എനിക്ക് മനസ്സിലാവും ഫ്രെയിം എങ്ങനെയാന്ന്. പക്ഷെ ബാക്ക് ക്യാമറയിൽ എടുക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ക്യാമറ ടേൺ ചെയ്തു. സോ ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട്. പുട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തു. അപ്പൊ മീൻ വൈൽ നിസ്കരിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. സംഭവം എന്താന്ന് വെച്ചാല് ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ടൈമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി മോർ ദാൻ ദാറ്റ് ഇപ്പൊ ഞാൻ ഡെയിലി ഷൂട്ട് ചെയ്യുന്ന മാതിരി ബാക്ക് ക്യാമറ അതായത് ഇൻസ്റ്റന്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അതായത് പോസ്റ്റ് ചെയ്യുന്ന മുമ്പ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ടൈം കിട്ടത്തില്ല. ഇന്ന് ബിസിയാണ്. പ്ലസ് നാളെ ഒരു ഓണം പരിപാടിയുണ്ട് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്കൊരു വ്ളോഗും കിട്ടും ആൻഡ് ഐ കൻ ഷോ യു ലൈക്ക് എനിക്ക് ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ദ മീൽ പ്രെപ്പ് വിച്ച് ഐ ഡു ഇങ്ങനെ. ഇപ്പൊ എനിക്ക് ഇന്നലെ ഓൾറെഡി അറിയായിരുന്നു ഇന്ന് എനിക്ക് തീരെ സമയം കിട്ടത്തില്ല. സോ ഐ മെയ്ഡ് ദിസ് ബീഫ് കറി. ഇന്നലെ കുറച്ച് അധികം വെച്ചു. അപ്പൊ ഇന്ന് ഉച്ചക്ക് എനിക്ക് പുട്ടും മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും. രാവിലെ നൂഡിൽസ് ആൻഡ് പാൻ കേക്ക്സ് ആയിരുന്നു രാവിലെ. സോ നിസ്കരിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബീഫ് ഉണ്ടാക്കുമ്പോൾ അതായത് ബീഫ് പുട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കാണാം. ഹായ്, ഐ ആം ബാക്ക്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ആവശ്യം വരും. എനിക്ക് തോന്നുന്നു ടോപ്പ് ചെയ്യാനായിട്ട് കൊറിയാൻഡർ ലീവ്സ് ആവശ്യം വരും. ബട്ട് ഐ ഡോണ്ട് ഹാവ് കൊറിയാൻഡർ ലീവ്സ്. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. ഇനി ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിക്കോസ് പിന്നെ എടുത്തപ്പോ ഭയങ്കര ഡ്രൈ ആയ മാതിരി. ഭയങ്കര പുട്ടുണ്ടാക്കുമ്പോൾ സാധാരണ തേങ്ങ ഇടുമല്ലോ വേവിക്കുന്ന സമയത്ത്. ഞാനിപ്പോ തേങ്ങ ഇടുന്നില്ല പുഴുങ്ങുന്ന സമയത്ത്. ബിക്കോസ് എനിക്ക് തേങ്ങ അത്ര നിർബന്ധമില്ല. പിന്നെ തേങ്ങ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ സമയം ഒത്തിരി പോകും. പിന്നെ ആ ഒരു മിക്സ് വെച്ച് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇവിടെ ആർക്കും അത്ര നിർബന്ധമില്ല. സോ ഐ എം നോട്ട് ഗോയിങ് ടു ആഡ് കോക്കനട്ട് ഇൻ ഇറ്റ്. എന്നിട്ട് ആഡ് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവോള. ഇത് ഇത്ര സവോള നമ്മൾ ഇപ്പൊ ഇടുന്നില്ല കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെക്കാം. നമുക്ക് ടോപ്പിൽ ഇടാൻ വേണ്ടി കേട്ടോ. ബിക്കോസ് ഇങ്ങനെ നമ്മൾ ഇതിന് മുകളില് കറി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആഡ് ബീഫ് കറി. ആയെന്ന് തോന്നട്ടോ. നമുക്ക് ഈ പുട്ടാവുന്ന സമയം ഇത് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് കറി വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ശരിക്കും ഇപ്പൊ പുട്ട് ലൈക്ക് പാക്കറ്റിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ വേവിക്കുന്ന ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെയുണ്ട്. ഈസ്റ്റേണിന്റെയോ ഏതൊരു ബ്രാൻഡ്സിന്റെ ഇങ്ങനെ ഇൻസ്റ്റന്റ് പുട്ട്, ഇൻസ്റ്റന്റ് അപ്പം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലാണെങ്കിൽ ഹെൽത്ത് വൈസ് എനിക്ക് അറിയത്തില്ല അത് എത്രത്തോളം ഹെൽത്തിയാണ്, എത്രത്തോളം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ എന്തെങ്കിലും കാണും എന്തായാലും. സോ പുട്ട് വേവാനായിട്ട് ഒരു 4-5 മിനിറ്റ് എടുക്കും. ആ ഒരു ടൈമിൽ ലെറ്റ്സ് ടോക്ക്. ഹായ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ 2 months ആയി ഇപ്പൊ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഒരു ടൈം പീരീഡില് അറൌണ്ട് 150-200 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ വീഡിയോസ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കയറിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. ബാക്കിയുള്ളവരെ അവരിലേക്ക് വീഡിയോ വെക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ടൈം മാറി കുറെ ആൾക്കാരുടെ അക്കൗണ്ട് ആക്റ്റീവ് അല്ലായിരിക്കും. പിന്നെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ല ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പം
നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്. ഓക്കെ, എന്തെങ്കിലും പറ്റുമെങ്കിൽ ഇഫ് പോസിബിൾ പ്ലീസ് ടു കമന്റ്. എന്തെങ്കിലും ഒരു ഹാർട്ട് എമോജി ആണെങ്കിലും മതി, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഈ വീഡിയോസ് ബാക്കിയുള്ളവർക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് യൂട്യൂബിന്റെ ആൽഗോരിതം അത് മനസ്സിലാക്കുമ്പോൾ ഈ വീഡിയോസ് അവര് ഇതുമാതിരി വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ അവരുടെ പേജിലേക്ക് ഇത് എത്തിക്കും. അപ്പൊ പ്ലീസ് ഡു ലൈക്ക്, ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ഷെയറും ചെയ്യാം. ആൻഡ് യാ, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ഇനി നമുക്ക് ബാക്കി പുട്ട് വേവിക്കുന്നതിലേക്ക് കിടക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ആൻഡ് നൗ ഐ ഗോയിങ് ടു ആഡ് ദിസ് ടു ബീഫ് മസാല. ഞാൻ നേരത്തെ കാണിച്ചില്ലേ പുട്ട് ഉണ്ടാക്കുന്ന ആ സംഭവം, അതിന്റെ 3 പുട്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതിന് അത്രയും സ്പെസിഫിക് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തിന് ഇട്ട് കൊടുക്കാം. വെരി സിമ്പിൾ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരിക്കലും വരുന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കുറച്ച് ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ബിക്കോസ് അത് ഇച്ചിരി കുറവാണ്. ഇച്ചിരി 5-6 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. അത് എല്ലാം കൂടി പ്രോപ്പർലി മിക്സ് ആയി വരാൻ വേണ്ടിയാണ്. ഇതിലൂടെ ഞാൻ പുട്ട് വേവിക്കുന്നുണ്ട് മോൾക്ക്, ബിക്കോസ് ഷീ വോണ്ട് ഈറ്റ് ദിസ് പുട്ട് മിക്സ് ബീഫ് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കത്തില്ല. ആക്ക് വേണ്ടി ഞാൻ ഇവിടെ പുട്ടാക്കുന്നുണ്ട്. മീൻ വൈൽ ഈ ഒരു 5 മിനിറ്റ്സ് നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാലേ ഈ കിച്ചൺ മാനേജ്മെന്റ്, ഹോം മേക്കിംഗ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് എളുപ്പത്തില് 1 or 2 hours മതി മാക്സിമം. 1 or 2 hours മതി മാക്സിമം ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ഇപ്പം ചിലർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ടാവും, അവർക്ക് രാവിലെ ഒന്നും ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ മീലൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരത്തില്ല. അതിനുവേണ്ടി അത്ര സമയം ചെലവാക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം ഞാനെന്റെ നെക്സ്റ്റ് വീഡിയോയില് ഹോപ്പ്ഫുള്ളി ഒരു 1 വീക്കത്തേക്കുള്ള മീൽ പ്ലാനിങ് എന്താണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഡിഫറെന്റ് മീൽ നമുക്ക് സ്റ്റാക്ക് അതാണ് റൈറ്റ് വേർഡ് എന്ന് അറിയില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇന്നലെ വെച്ച ബീഫ് കറി കുറച്ച് അധികം വെച്ചു. അപ്പം സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ടുഡേ ആഫ്റ്റർനൂൺ അല്ലെ, രാത്രി അത് കഴിച്ചിട്ട് പിന്നെ ഉച്ചക്ക് അത് എടുക്കാൻ പറ്റും. രാവിലെ പാൻ കേക്കോ ബ്രെഡ് ഓംലേറ്റ് ഇല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ ബിസി ടുഡേ, എനിക്ക് വേറെ വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ നമ്മള് പാൻട്രിയില് ഫ്രിഡ്ജിൽ എന്തൊക്കെയാ ഐറ്റംസ് ഉള്ളേ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് പ്രോപ്പർലി എഫിഷ്യന്റ്ലി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അത് കേട് കൂടിയിട്ട് കളയേണ്ട ആവശ്യം വരത്തില്ല. മോർ ദൻ ദാറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ, അതായത് രാവിലെ എനിക്ക് ഇന്ന് എന്ത് ഉണ്ടാക്കണം ആ ഒരു തോട്ടിന് വേണ്ടി നമുക്ക് അധികം സമയം ചെലവാക്കുന്ന ആവശ്യം വരത്തില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞ മാതിരി കടായിലാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വാട്ടറി മാതിരി വെക്കും. ഇപ്പൊ ഡ്രൈ കംപ്ലീറ്റ്ലി ആ ഒരു ബിരിയാണി സ്റ്റൈൽ പുട്ടു ബീഫ് ബിരിയാണി. ദെൻ ഓൾ യു നീഡ് ടു ആഡ് ഈസ് കഴിക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ഈ സവോള ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഇടുന്നില്ല. ഇല്ലെങ്കിൽ സവോള അങ്ങനെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരുമാതിരി ടേസ്റ്റ് വരും, അതുകൊണ്ട് ഇപ്പൊ ഇടുന്നില്ല. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സും ലൈമും മേലെ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചപ്പട്ട എരിവും എന്താ പറയാ എല്ലാം കൂടി ഉപ്പും ആ ഒരു ഫ്ലേവർ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ കഴിക്കാൻ നേരത്തെ കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്. ഇനി നമുക്ക് ഹോപ്പ്ഫുള്ളി ഞാൻ നാളെ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യും. ഓണം വ്ലോഗായിട്ട് കാണാം. ഒരുപാട് നാളെ ഞാൻ ഓണം പരിപാടിക്ക് കൂടിയിട്ട്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കോളേജ് പഠിക്കുന്ന സമയത്താവും അങ്ങനെ, കോളേജിൽ പഠിക്കുന്ന സമയത്താവും ഞാനിത് ഷൂട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു, ബൈ.